എറണാകുളം തിരുവാണിയൂരിലെ 4 വയസ്സുകാരുടെ കൊലപാതകത്തിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചിരിക്കുകയാണ് പോലീസ്. 22 അംഗ സംഘമാണ് രൂപീകരിച്ചിരിക്കുന്നത്. 3 വനിതാ SI-മാർ ഉൾപ്പെടെ 4 വനിതകൾ ടീമിൽ ഉണ്ട്. വിഷ്ണു സുരേഷാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, ഇന്നലെ നമ്മൾ കണ്ടു അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങുന്നു, കൂടുതൽ ചോദ്യം ചെയ്യൽ വേണം. അതുമാത്രമല്ല, ഈ കുഞ്ഞിനെ പീഡിപ്പിച്ച കേസിലെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ അത് അമ്മയിൽ നിന്ന് തന്നെ തേടേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇരുവരെയും ഒരുമിച്ചിരുത്തി ഇന്ന് ചോദ്യം ചെയ്യുക. അപ്പം തന്നെ അന്വേഷണ സംഘം വിപുലീകരിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തെല്ലാമാണ് ലഭിക്കുന്നത്? ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്? ഗുഡ് മോർണിംഗ്. ഈ കുഞ്ഞിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടും പോക്സോയുമായി ബന്ധപ്പെട്ടും വിപുലമായൊരു അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് റൂറൽ പോലീസ്. പ്രത്യേക സംഘം കഴിഞ്ഞ ദിവസം തന്നെ രൂപീകരിച്ചിരുന്നു. പുത്തൻകുരിശ് DYSPക്കാണ് അന്വേഷണ ചുമതല. ആ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിലേക്കാണ് കൂടുതൽ വനിതാ ഉദ്യോഗസ്ഥരെ നിലവിൽ ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അതിനൊരു പശ്ചാത്തലം, ഈ കേസിലെ പ്രധാന പ്രതി കുട്ടിയുടെ അമ്മയാണ്, അവരൊരു വനിതയാണ്. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിൻ്റെ പോക്സോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് കേസിൽ കൂടുതൽ വനിതാ ഉദ്യോഗസ്ഥരെ ആഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് റൂറൽ പോലീസ് എത്തിയത്. അമ്മയെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ഇന്നായിരിക്കും അമ്മയുടെ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകുക. പ്രധാനമായും പോലീസിന് അറിയേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, എന്തിനീ മകളെ കൊലപ്പെടുത്തിയെന്ന് അമ്മ ആദ്യഘട്ടത്തിൽ കുട്ടിയെ കാണാതായ സമയത്തൊക്കെ കുറേ മൊഴി നൽകിയിരുന്നു. ഭർത്തൃ വീട്ടുകാരുടെ സങ്കടം കാണാൻ വേണ്ടി, അവർക്ക് കുഞ്ഞിനോടുള്ള സ്നേഹത്തിൽ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അവരെ സങ്കടപ്പെടുത്താൻ വേണ്ടി കൊലപ്പെടുത്തിയ തരത്തിലുള്ള കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. പക്ഷേ ഇന്നലെയാണ് കുട്ടിയുടെ പീഡന വിവരം പുറത്തു വന്നത്. ഒരു പക്ഷേ ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു, അത്തരത്തിൽ നിരന്തരം പീഡനത്തിനിരയായി, ഈ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് മകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണോ കൊലപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ ഒരു സംശയം പോലീസിനുണ്ട്. പക്ഷേ ഇപ്പോഴും പോലീസ് അത് സ്ഥിരീകരിച്ചിട്ടില്ല. രണ്ടും 2 കേസായി തന്നെയാണ് അന്വേഷിക്കുന്നത്. പോക്സോയുമായി ബന്ധപ്പെട്ട് പുത്തൻകുരിശ് പോലീസാണ് FIR ഇട്ട് അന്വേഷിക്കുന്നത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചെങ്ങമനാട് പോലീസിലാണ് FIR ഉള്ളത്. ഈ 2 കേസുകളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. അത് കണക്ട് ചെയ്യാൻ ഏതെങ്കിലും തരത്തിലുള്ള ലീഡ് ലഭിക്കുമോ എന്നാണ് പ്രധാനമായും നോക്കുന്നത്. ഈ കേസിൽ അമ്മ ഇപ്പോൾ ഓൾറെഡി കസ്റ്റഡിയിലുണ്ട്. പോക്സോ കേസുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ അച്ഛൻ്റെ അനിയൻ, അയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഇന്നലെ അയാളെ റിമാൻഡ് ചെയ്തിരുന്നു. അയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണം. അയാളുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടും തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഏറെ നിർണായകമായ നീക്കങ്ങൾ പോലീസിന് നടത്താനുണ്ട്. പ്രത്യേകിച്ച് ഒരു പോക്സോ കേസാണ്. 1.5 വർഷമായി പീഡനം നടക്കുന്നു എന്ന് പറയുമ്പോൾ ശാസ്ത്രീയ തെളിവുകളുടെ സമാഹരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം വെല്ലുവിളിയായിരിക്കും. നേരത്തെ ചില കേസുകളിലൊക്കെ അത്തരം പാളിച്ചകളൊക്കെ പോലീസിൽ സംഭവിച്ചിട്ടുണ്ട്. അത് മറികടക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രീയ തെളിവുകൾ സമാഹരിച്ച് ഈ 2 പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് കുട്ടിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത്, ആ കുട്ടി നേരിട്ട കൊടും ക്രൂരതകൾ എന്തെല്ലാം, അത് ഈ അമ്മക്ക് അറിവുണ്ടായിരുന്നു, അതല്ലെങ്കിൽ ഈ പ്രതി മറ്റാരോടെങ്കിലും പറഞ്ഞിരുന്നോ, അമ്മ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ, ആ കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കും. പോക്സോ വിവരം അറിഞ്ഞിട്ട് ആരെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരും. അവരെ കൂടി പ്രതി ചേർക്കേണ്ടതായിട്ടുണ്ട്. ആരെയും സംരക്ഷിക്കേണ്ടതില്ല എന്ന നിലപാട് ഇന്നലെ തന്നെ പോലീസും അതോടൊപ്പം തന്നെ ബാക്കി സംഘടനകളും ഒക്കെ വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ ആ പ്രതിയായ ആളെ INTUC പുറത്താക്കുകയും ചെയ്യുന്നു. അങ്ങനെ സമഗ്രമായൊരു അന്വേഷണവും സമഗ്രമായൊരു നടപടിയിലേക്കും ഒക്കെ കടന്നിട്ടുണ്ട്. ഇനി ഈ കേസിൽ തെളിവ് സമാഹരണമാണുള്ളത്. പ്രതിയായ അമ്മയെ ഒരു പക്ഷേ 2 ദിവസത്തിനകം അല്ലെങ്കിൽ ഇന്നോ ഒക്കെയായി പലയിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയുണ്ട്. അതിനിടയിലായിരിക്കും ഈ പോക്സോ കേസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക. ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് തന്നെയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമായി കണക്കാക്കേണ്ടത്. സ്മിത, വിഷ്ണു, 2 കേസുകളാണുള്ളത്. ഒന്ന് ഈ കൊലപാതക കേസ്, മറ്റൊന്ന് പോക്സോ കേസ്. ഇതിൽ രണ്ടിലും എത്രത്തോളം മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘത്തിന് ഈ ഘട്ടത്തിൽ കഴിയുന്നുണ്ട്? അതിൽ തന്നെ അതിൻ്റെ നടപടികളിൽ തന്നെ ഏറ്റവും പ്രധാനം ഈ അമ്മയെയും കുട്ടിയുടെ ബന്ധുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ഈ പീഡനം നേരത്തെ അമ്മ അറിഞ്ഞിരുന്നു, അതിൽ മനനൊന്താണോ ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ആ വീട്ടിലെ തന്നെ ആർക്കെങ്കിലും ഈ പീഡനവുമായി ബന്ധപ്പെട്ടുള്ള അറിവുണ്ടായിരുന്നോ, ആരെങ്കിലും അത് മറച്ചു വെച്ചിട്ടുണ്ടോ? ഇക്കാര്യങ്ങളിലൊക്കെ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിൽ ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിന് മുന്നേ തന്നെ മുന്നോട്ട് പോകാനും ഹിന്ദികളിലേക്ക് എത്താനും അന്വേഷണ സംഘത്തിന് കഴിയുന്നുണ്ടോ വിഷ്ണു? ഈ മർഡറുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പോലീസിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതായത് അമ്മയുടെ CCTV ദൃശ്യങ്ങളുണ്ട്, അമ്മയുടെ മൊഴി ലഭിച്ചിട്ടുണ്ട്, ബന്ധുക്കളുടെ മൊഴിയുണ്ട്. അന്ന് സംഭവിച്ച ആ കാര്യങ്ങളൊക്കെ പോലീസിന് മുൻപിലുണ്ട്. അതുകൊണ്ട് ആ മർഡർ തെളിയിക്കാൻ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. അവരുടെ ഇൻറ്റൻഷനും പ്രിപ്പറേഷനും നോളജും ഒക്കെ ഇതിനോടകം തന്നെ പോലീസിന് കൃത്യമായ കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ കൊലപാതകം എന്തിനു ചെയ്തു എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. അമ്മ പ്രാഥമികമായി നൽകിയ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഈ ഭർത്തൃ വീട്ടുകാരെ സങ്കടപ്പെടുത്താൻ കൊലപ്പെടുത്തിയെന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും
മറ്റെന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. അതുകൂടിയാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള വിവരത്തിൽ ലഭിക്കാനുള്ളത്. മറ്റൊന്ന്, ഈ പോക്സോ കേസിന് ഈ കൊലപാതകവുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണം. ഈ കുട്ടിയെ ഇത്തരത്തിൽ നിരന്തരമായി പീഡിപ്പിച്ചൊരു പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് കുട്ടിക്കൊരു മോചനം അല്ലെങ്കിൽ തനിക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് ഒരമ്മ ആ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയതാണോ എന്ന കാര്യത്തിൽ ഒരു പരിശോധന വേണം. അതിൽ പ്രധാനമായും ഈ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. അമ്മയ്ക്ക് ഈ പീഡന വിവരം ഏതെങ്കിലും ഘട്ടത്തിൽ അറിയാമായിരുന്നോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? ഇവരും ഒരു സ്ഥലത്താണ് താമസിച്ചിരുന്നത്. 2.5 വയസ്സ് മുതൽ ആ കുട്ടിയെ പീഡിപ്പിക്കുന്നു, 1.5 വർഷത്തോളം ആ പീഡനം തുടർന്നു എന്നൊക്കെ പറയുമ്പോൾ അറിയാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അങ്ങനെ പൂർണ്ണമായി അറിയണമെന്ന് നിർബന്ധവുമില്ല. ഇപ്പോൾ വണ്ടിപ്പെരിയാറിലൊക്കെ അങ്ങനെ 6-ാം വയസ്സിൽ ആ കുട്ടി മരിച്ച ശേഷം മാത്രമാണ് ആ പീഡന വിവരം പുറത്തു വന്നത്. അപ്പോൾ അങ്ങനെ പൂർണ്ണമായി അറിയണമെന്നില്ല. ഇരുവരുടെയും ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ലഭിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് ഈ രണ്ട് കേസുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അതായത് ഈ പീഡനം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ പോലീസ് രണ്ടും 2 കേസായി തന്നെ അന്വേഷിക്കുകയാണ്. രണ്ടും 2 കേസായി തന്നെ തെളിവെടുപ്പ് അല്ലെങ്കിൽ തെളിവ് സമാഹരണവും ആ രീതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. അതിൽ ഇനിയൊരു വ്യക്തത നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പോക്സോ കേസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ഇരുവരെയും ഇരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ അതിലൊരു കോൺക്രീറ്റ് കൺക്ലൂഷനിലേക്ക് പോലീസിന് എത്താനാകുകയുള്ളൂ. അന്വേഷണം ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തെളിവ് സമാഹരണത്തിൻ്റെ കാര്യത്തിലാണ്. CCTV ഉണ്ട്, പ്രതികളുടെ മൊഴിയുണ്ട്, അതോടൊപ്പം തന്നെ അവിടുത്തെ അംഗനവാടി ടീച്ചറിൻ്റെ മൊഴി എടുത്തിട്ടുണ്ട്, ബന്ധുക്കളുടെ മൊഴിയുണ്ട്. അങ്ങനെ കൊലപാതകവുമായി ബന്ധപ്പെട്ടൊക്കെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോക്സോയുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ തെളിവുകളാണ് പ്രധാനം. കാരണം ദൃക്സാക്ഷികൾ ആരുമില്ല. അതുകൊണ്ട് ശാസ്ത്രീയ തെളിവുകളെ തന്നെ അന്വേഷണ സംഘത്തിന് ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ തന്നെയാണ് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ശരി, വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഇതിൽ ശാസ്ത്രീയ തെളിവുകൾ വളരെ പ്രധാനമാണ്. മുൻകാലങ്ങളിൽ ചില കേസുകളിൽ പോലീസിന് പാളിച്ച പറ്റിയതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ശാസ്ത്രീയ തെളിവുകൾ പരമാവധി പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിക്കുക എന്നുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഈ 2 കേസുകളും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ്. അത് രണ്ടും 2 കേസായാണ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നതെങ്കിലും എങ്കിൽ പോലും ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ അമ്മ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ മകളെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നു. ആ രീതിയിൽ പറയുന്നത് ഒരു പക്ഷേ ഈ പീഡനം അതിനു മുൻപ് ഉള്ള പീഡനം അത് അറിഞ്ഞിട്ടാണോ, അത് അമ്മ മറ്റാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ആരെങ്കിലും ഇത് മറച്ചു വെച്ചിട്ടുണ്ടോ? അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അതിന് വരും ദിവസങ്ങളിൽ ഉത്തരം കിട്ടും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നെന്തായാലും ഒരുപക്ഷെ ഈ അമ്മയുമായി തെളിവെടുപ്പിനുള്ള സാധ്യതയും സംഭവസ്ഥലത്ത് തെളിവെടുപ്പിനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. വിഷ്ണു സുരേഷ് അതിന്റെ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് പങ്കുവെക്കുകയായിരുന്നു.